പെട്ടെന്ന് ആയിക്കോട്ടെ പാപ്പ. പാപ്പ ഞാനും പള്ളിപ്പെരുന്നാളിന് വരട്ടെ. പള്ളിപ്പെരുന്നാളിന് പള്ളിക്കൂടത്തിൽ പോകണ അത് നന്നായിട്ട് പഠിക്കുക. എന്നെ കൊണ്ടേയില്ലേ ഞാൻ കൈ കിട്ടോ. അല്ല ഇത്ര നേരം ബാത്റൂമിൽ എന്തായിരുന്നു പണി? ഒരു പരിപാടിക്ക് വേണമല്ലോ കുട്ടാ, തൂറിട്ട് പോണ്ടേ, അതായിരുന്നു. തൊപ്പിങ്ങടാ അവിടെ മാറി പിടിക്കും. പാപ്പോയ്, നിങ്ങളൊരുമാതിരി പരിപാടി കാണിക്കല്ലേ? ഒന്ന് വന്ന് വണ്ടി കയറിയേ. പേടിക്കണ്ട, നീ ഒന്ന് പോടാ കുത്തക്കൂരി, വണ്ടി ഒന്ന് ഒരു കാര്യം പറയണ്ടായിരുന്നു. ആ കാര്യം 8 ആക്കി മടക്കി കൈ വെച്ചു, തിരിച്ചു വരുമ്പോ തന്നാ മതി, അല്ലെങ്കിൽ എന്റെ ശവം കാണേണ്ട വരും. ഈ പാപ്പന്റെ ഒരു കാര്യം. വണ്ടി ഇടറാ. അപ്പൊ ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അല്ല, ഇത് ഈ സാധനം വേണ്ടേ? പിന്നെ വേണ്ടേ, ചുമ്മാ കൊണ്ടുവന്നു. വിളിക്കാം. ശങ്കരേട്ടാ, നീ എത്തിയോടാ? സ്റ്റഡി ലീവ് എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ കൂടിയല്ലേ, പരിപാടി നമുക്ക് പൊളിക്കാം. ശരി. അപ്പാ ആരുടെ കൂടെ വന്നേ? എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡോണി, അവന്റെ കൂടെ ബൈക്കില്. ക്യാമറ ചാർജറിലുണ്ടേ, മെമ്മറി ക്ലീൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫുൾ ചാർജ് ബാറ്ററി. ഇത്രയും സെറ്റാണെങ്കിൽ പിന്നെ എനിക്ക് ടാലന്റ് ഉണ്ട്, ഞാൻ പൊളിക്കും. ടാലന്റ് കാര്യം പറഞ്ഞപ്പോഴാ എടാ, ചാനലിൽ എന്തെങ്കിലും കണ്ടന്റ് പമ്പ് ചെയ്യണം കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, പള്ളി പെരുന്നാൾ ഫുൾ കവർ ചെയ്തു. പള്ളി പെരുന്നാളൊക്കെ ഇപ്പൊ ആര് കാണാനാണ്? അതിന് പറ്റിയൊരു ഐറ്റം എൻ്റെ ഉണ്ട്. എന്തോന്നത്? ഒരു റാപ്പ്. പാപ്പ വേറെ ക്യാമറ വേണ്ട, തൽക്കാലം നമുക്ക് ട്രംപറ്റ് പിന്നീടാക്കാം. ഇപ്പൊ പാപ്പറൊന്ന് പോസി, ഞാനൊരു അടിപൊളി ഫോട്ടോ തരാം. അടുത്തതായി പള്ളിമുറ്റത്ത് നാം ഓരോരുത്തരെയും ആവേശ കൊടുമുടിയുടെ അത്യുന്നതങ്ങളിൽ എത്തിക്കുന്ന, ചലനമറ്റ കൈകാലുകളെ പോലും ചുവടുവെപ്പിക്കുന്ന ജാക്സൺ ബസാർ യൂത്ത് അവതരിപ്പിക്കുന്ന ബാൻഡ് മേളം. വരുവിൻ. ടെൻഷൻ അടിക്കേണ്ട, നമ്മളെത്തും. സമാധാനം ഉണ്ടാക്കാം. ശരി ശരി ശരി. ഓക്കെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേഖയാണ് വിളിച്ച, കുറച്ച് ടെൻഷനുണ്ട് അവിടെ. എന്തായാലും ഞാൻ പാപ്പനോട് പറഞ്ഞോളാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓക്കെ, നീ കയറിക്കോ. വേണ്ട, എല്ലാരും കേറില്ല. അപ്പോ എടാ പാപ്പം കേറില്ല. എടാ വണ്ടി എടുക്കലേ, പാപ്പം കേറില്ലാന്ന്. ഫാൻ ഷോ ഇനിയിപ്പോ എത്തും. വരട്ടെ. എന്റെ പൊന്നു പാപ്പ, എന്തോന്ന് ഇത്, വണ്ടി കയറിയേ? അപ്പൊ ചങ്കടേ ആശാനെ, കേൾക്കുന്നതിന് മുമ്പ് ചാടിക്കടിക്കാൻ നിൽക്കരുത്. നീ എന്നാന്ന് വെച്ചാ കാര്യം പറ. രേഖ വിളിച്ചായിരുന്നു, അവന്മാര് വീണ്ടും വെള്ളം കെട്ടിയത്. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പാപ്പ, വണ്ടി പുകപാടില്ലെന്ന് റൂളുള്ളതാണേ. വലിച്ചാൽ നിങ്ങളെ പുറത്താക്കുവേ. ഒന്നും മിണ്ടാ കോപ്പയെന്നു തലക്കെടുത്ത് തീകത്തുമ്പോഴാ വായുതിരി പോകാം. നീ മേലെ കിടത്ത് വളച്ചു വർത്താനം പറഞ്ഞേക്കരുത്. പക്ഷെ കാലമായി പന്തലും കെട്ടി പട്ടണത്തിന് വേണ്ടി പട്ടി കുത്തിരിക്കുമ്പോൾ കുത്തിരിക്കാൻ നോക്കിയിട്ട് എന്നിട്ട് ആരെങ്കിലും വന്നോ? എന്നിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നമ്മളെ തിരക്കും. മോനവർക്ക് സ്റ്റേഷനൊന്ന് കയറണം. സ്റ്റേഷനിൽ പോയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നേരെ വെള്ളം വന്നില്ലെങ്കിൽ ഫുൾ ബാൻഡ് സെറ്റ് കൊടുത്തുണ്ട്. നമ്മളെല്ലാ ഓഫീസിലും ചെന്ന് കുത്തിയിരിക്കും. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, വെറുതെ പിള്ളേരെ പിടിപ്പിക്കാണ്ട്. നീ ഇതിലിരുന്നാ മതി, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്നാ പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വണ്ടി എടുത്തേ. എന്തായടോ?
സാറേ സമയത്ത് 2 ടൂൾസ് എടുക്കാതാ സാറേ വന്ന്. നോക്കാനൊരു ദിവസം, അളവെടുക്കാൻ വേറൊരു ദിവസം, ഇനി പണിയെടുത്ത് തീർക്കാൻ ഇത്ര ദിവസം വേണ്ടി വരുമോ? സാറേ ഉടനെ ചെയ്യാം സാർ. ഞാൻ നാളെ ടൂൾസ് എടുത്തിട്ട് വരാം സാർ. ശരി. എന്താടോ? ഞങ്ങള് ജാക്സൺ ബസാറെന്നാ സാറേ. ജാക്സൺ ബസാറോ? അതെന്ത് സാധനം? സാറേ താഴത്തെ പാടം അംഗനവാടിക്കടുത്ത്. ആ വളവ് കഴിഞ്ഞല്ല പുറമ്പോക്ക് കോളനി. അതിനെന്താ നിങ്ങൾ വിളിച്ചേ? വിളിച്ചതല്ല സാറേ, പേരെങ്ങനെയാ? ജാക്സൺ ബസാർ. നല്ല ഫ്രീക്ക് പേരാണല്ലോ സാറേ. അത് പിള്ളേർ സെറ്റിൻ്റെ പേരാ സാറേ. ആ നന്നായി. ജാക്സൺ മരുന്ന ഇങ്ങോട്ട്. അത് ഞങ്ങളുടെ അവിടെ ഈയിടെയായിട്ട് പൈപ്പിൽ വെള്ളം വരുന്നത് തോന്നും പോലെയാണ് സാറേ. അതിപ്പം ഇന്നുമായിട്ട് വെള്ളം വന്നേ ഇല്ല. ഓ, സാറിന് അറിയാലോ, 4 ചുറ്റും വെള്ളമാണേലും ഞങ്ങൾ കുടിക്കുന്നതൊക്കെ ആ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ്. ഇത് പോലീസ് സ്റ്റേഷനാ, വാട്ടർ അതോറിറ്റി അല്ല. അല്ല സാറേ, അവിടെ എന്തോ റോഡ് വരുന്നോ, ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പറഞ്ഞ് കേൾക്കുന്നതല്ലേ ഉള്ളൂ. റോഡ് വരുന്നുണ്ടെങ്കിൽ നോട്ടീസ് വരും, അന്നേരം ഒഴിഞ്ഞാൽ മതി. അതെങ്ങനെ സാറേ, വെറുതെ അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പിന്നെ നിനക്കൊക്കെ നഷ്ടപരിഹാരം വേണോ? ഡോ, പുറമ്പോക്കിൽ ഇത്ര നാളും കിടന്നതിന് നഷ്ടപരിഹാരം ഇങ്ങോട്ടാ തരേണ്ടത്. ആർക്ക്? സാറിനോ? ഡോ, എന്താണോ എൻ്റെ പേര്? ജാക്സൺ വേലയൻ. നീ ഏത് മറ്റേടത്ത മൈക്കിൾ ജാക്സൺ ആണെങ്കിലും ഇമാതിരി കോമാളി വേഷം കെട്ടി സ്റ്റേഷനിൽ വന്ന് ഉത്തരവിറക്കണ്ട. സർ, പാപ്പ മിലിറ്ററിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. വർത്താനിച്ച് വഷളാക്കാണ്ട് കിളവനെ വിളിച്ചോണ്ട് പോടാ. പോടാ. പോയിട്ട് എന്തായി ആശാനെ? ഒറ്റയ്ക്ക് പോയാൽ മതിയായിരുന്നു. ഞാനീ പിള്ളേരുടെ അടുത്ത് ചമ്മിപ്പോയോടെ ഭയങ്കര. നീ പറഞ്ഞാൽ ശരി. പാപ്പ, ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ്. ഇങ്ങനെ ഇവിടെ വെള്ളമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഒന്നും നടക്കത്തില്ല. അല്ലെങ്കിലേ പട്ടയത്തിൻ്റെ പ്രശ്നമുള്ളതാ. അതിൻ്റെ കൂടെ ഇപ്പോൾ റോഡ് വരുന്ന കാര്യമൊക്കെ പറയുന്നത്. എല്ലാം കൂടെ എന്താവും എന്തോ. ശങ്കര, നമ്മുടെ ബാൻഡിൻ്റെ എത്ര രൂപ ഉണ്ട്? നീ ആ കണക്കൊക്കെ നോക്കി. കാശൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ തൊണ്ട പൊട്ടിച്ചുണ്ടാക്കിയ പൈസ നമ്മുടെ കയ്യില്ലേ? അപ്പം നമ്മൾക്ക് ഇറക്കാൻ വളരെ ഒരേലോട് വെള്ളം. പാപ്പനിത് എന്തായി പറ്റിയത്? ഇത് ചോദിക്കാനാണോ ഞങ്ങളെല്ലാവരും വിളിച്ചു കൂട്ടിയത്? പാപ്പനങ്ങ് തീരുമാനിച്ചാൽ മതി. അപ്പു, പറവാ. അത് പേടിയുണ്ടോ? എടാ, ഇത് ഇന്നേ ഒന്നുമില്ല തുടങ്ങിയാണോ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണമെന്നുള്ളൊരു ആദി ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്നും ഉണ്ട്.
എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇനി റിഹേഴ്സൽ വെക്കാം പാപ്പ. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാവട്ടെ. ആ തീ അവിടെ കിടന്ന് നേരട്ടെ. ആ നീറ്റല്ലടാ നമ്മൾ ആളുകൾ കൊടുക്കുന്ന സന്തോഷം. മതി കേട്ടോ. ഇന്നത്തെ കോട്ട തീർന്നു. മതി 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 മതി. ബ്രീത്ത് കിട്ടത്തില്ല പാപ്പ ഇങ്ങനെ വിളിച്ചാ. എത്ര ശ്വാസം ഇവന് ഊതിക്കളഞ്ഞാലും ഒരു നുള്ളു ശ്വാസം എൻ്റെ ഉള്ളിലുണ്ടാവും. ആ ഉണ്ടായാ മതി. ഇവളിപ്പോൾ ഇവിടുന്ന് പോയല്ലേ ഉള്ളൂ. നീ എന്തിനാണ് വിളിപ്പിക്കുന്നത്? ഞാൻ ശങ്കറിലെല്ലാം സംസാരിച്ചായിരുന്നു. എന്താ സംസാരിച്ചേ? അല്ല നാളെ നീ റിഹേഴ്സൽ വരുന്നില്ലല്ലോ. ഞാൻ രാവിലെ തന്നെ വരും. അങ്ങനെയാണെങ്കിൽ നേരത്തെ വാ. അപ്പം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ പാപ്പ ഒരു വീഡിയോ വിളിച്ചു. ബ്രീത്തൊക്കെ എന്താവോ എന്തോ. ആ ലാലി, കുറെ നാളായല്ലോ. എവിടെ നീ ഇപ്പോ? ഞാനിവിടെ താലൂക്ക് ഓഫീസിൽ ഡെയിലി വേജസിന് കയറിയടി. എന്തായി നിന്റെ മെയിൻസ്? നീ വെറുതെ കോമഡി അടിക്കല്ലേടി. ഇപ്പൊ ഈ പ്രിലിംസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മെയിൻസ് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. നിന്റെ അടുത്താരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ കാര്യം പറ. നാഷണൽ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് വരുന്നത് നിങ്ങളുടെ ജാക്സൺ ബസാറിൽ കൂടെയാണ്. മറ്റന്നാൾ രാവിലെ അവിടെ സർവേക്ക് ആളെത്തും. പിന്നെ ഞാനാ ഇത് പറഞ്ഞെന്ന് ആരോടും പറയല്ലേ. എടി ഇനി പെയിന്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഇതെന്തായാലും ഉണങ്ങിയിട്ട് പുറത്ത് കിട്ടിയാൽ മതി. നീ നാളെ ലീവ് എടുത്തില്ലടാ. ലീവ് തന്നില്ല, ഞാൻ പോണില്ല. ഏട്ടനെ കുറച്ച് ദിവസമായിട്ട് വീട്ടിലേക്കൊന്നും കാണുന്നില്ലല്ലോ. ഓഫീസിലെ കിടപ്പ് സ്ഥിരമാക്കിയോ? അല്ല ഞാൻ എൻ്റെ എല്ലാ സാധനവും എടുത്തോണ്ട് ഇങ്ങോട്ട് പോകുന്നു. സന്തോഷം കല്യാണം നടക്കട്ടെ. ആ തിരക്കിൻ്റെ ഇടയിൽ മുറി ഒന്നും എടുക്കാൻ നിൽക്കണ്ട. നാളെന്താ പരിപാടി ആശാന്? എടാ നമ്മൾ ചെയ്യുമ്പോൾ നിന്ന് കൊടുത്താൽ മതി. പിള്ളേരെല്ലാ കാര്യവും നല്ല മെനക്ക് ചെയ്തോളൂ. ആ ശിവക്കുട്ട ഉറങ്ങിയോ? നേരത്തെ ഇറങ്ങില്ല. ലാപ്പു ഇവനോട് ചോദിക്കുക നമുക്കൊന്ന് ഇറങ്ങേണ്ട വരുമോ ഓപ്പാന്ന്. എത്ര കാലം നമ്മളിങ്ങനെ ഓടുന്നു. നമുക്ക് ഓട്ടം മതിയാക്കാം. ഞാൻ ഇറങ്ങണം ആശാന്. നാളെ നേരത്തെ പറഞ്ഞല്ലേ. വാവേ വാ, എനിക്ക് പോവാം. എനിക്ക് പോവാ പോവാ. നിങ്ങൾ പൊക്കോടാ, ഞാനവിടെ കിടന്നോളാം. ഈ സാധനം ഇവിടെ ഇരിക്കുന്നല്ലേ, ഇവിടെയും വിട്ടേരെ. പാപ്പ ഇവിടെ ഭയങ്കര തണുപ്പാണ് പാപ്പ, അവിടെ വന്ന് കിടക്കാം. കുറച്ച് ദിവസമായിട്ട് ഐറ്റം എൻ്റെ ഉള്ളിൽ കിടന്ന് ചിറ്റിക്കുന്നുണ്ടാ. ഞാൻ അവനെ ഒന്ന് പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പോവാ. നാളെ പരമാവധി ആളുകൾ എത്തിക്കണം. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരൊക്കെ വരത്തില്ലേ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും നടപടിയാവുന്ന മൂഡിലൊന്നും എല്ലാവരും. എന്താണ്? ഞാനും നീയും ജനിച്ചപ്പോൾ തൊട്ട് കാണണല്ലേ സമരവും ഈ സമരപ്പന്തലും ഒക്കെ. നമ്മുടെ അണ്ണനും പാപ്പനും ഒന്നും തോറ്റു കൊടുക്കാൻ നിന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളും തോക്കത്തില്ല. ലോകത്ത് എത്ര പേരിൻ്റെ അടി സമരം ചെയ്ത് ജീവിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ.
ഒരുക്കങ്ങളൊക്കെ നല്ല ഗംഭീരമാണല്ലോ. അതെ, നാളെ സർവേക്ക് മുമ്പേ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് തീരുമാനമാക്കാൻ നിങ്ങളും നേതാക്കന്മാരും കൂടി അങ്ങ് എത്തിയേക്കണം സ്റ്റേഷനിലേക്ക്. ഇതൊന്നും സാറന്മാരോട് സംസാരിച്ച തീരെയല്ല സാറേ. വർത്താനിക്കുമ്പോഴാണോ നിന്റെ കൊള്ളൂത്ത്? അതെ, ഞാൻ മര്യാദക്ക് പറയാ, നീയും നിന്റെ ഏതെങ്കിലും മറ്റവന്മാരുണ്ടെങ്കിൽ അവന്മാരും അങ്ങ് എത്തിയേക്കണം. അതല്ല സർവേ മുടക്കാനാണ് നിന്റെയൊക്കെ ഭാവമെങ്കിൽ കിട്ടാനുള്ള നക്കാപ്പിച്ച പോലും കിട്ടുകയില്ല. നക്കാപ്പിച്ച പഠിച്ച് പോകാനായിരുന്നു നേരത്തെ പോകായിരുന്നു സാറേ. ഈ കാര്യം സംസാരിക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് ആരും ഇവിടുന്ന് വരില്ല. അങ്ങനെ വേണമെങ്കിൽ സാറന്മാർ രാവിലെ ഇങ്ങോട്ട് വാ. അതല്ലേ സാറേ എൻ്റെ ന്യായം. ഒലിഞ്ഞ വർത്താനം പറയുന്നോടാ. കിട്ടാനുള്ളത് വാങ്ങിച്ച് നക്ക നോക്കണം. ഇതുപോലത്തെ നാറിയ പോലീസുകാരെ കുറെ കണ്ടിട്ടുള്ള സാറേ ഞാൻ. കേട്ടോ ഈ കോളനി ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ. നീ പറയുന്നതൊന്ന് മനസ്സിലാക്കി ശങ്കര, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. കുറച്ച് കാലമായിട്ട് ഞാൻ കുരുട്ടി തരുന്നല്ലേ, നീ ഒന്ന് റെസ്റ്റ് എടുക്ക്. പ്രതിഷേധത്തെ അടിച്ചൊതുക്കാൻ, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ, പിറന്ന മണ്ണിനെ കവർന്നെടുക്കാൻ, കുടില് പൊളിച്ച് പാതകൾ പണിയാൻ. നിങ്ങൾ ഈ കാണിക്കുന്ന അബദ്ധമാണ്. ഹൈവേക്കുള്ള GPS സർവേ കഴിഞ്ഞ സ്ഥലമാണിത്. സാറിന് ഇത് സർവേ കഴിഞ്ഞ ഭൂമിയാ, ഞങ്ങക്ക് ഞങ്ങളുടെ മണ്ണ. കാലിന്റെ അടിയിലെ മണ്ണൊരിച്ചു പോകാന്റെ ദണ്ണൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിന് സർവേയും കഴിഞ്ഞ് പോവാം. പിന്നെ പിന്നീട് ഓരോരുത്തർ വരും പുതിയ ഓർഡർ ആയിട്ട്. അവര് പറയും ഞങ്ങളോട് ഇറങ്ങി പോവാൻ. ഞങ്ങൾ എങ്ങോട്ട് പോവും സാറേ? ആദ്യം ഞങ്ങൾ എവിടെ പോയി താമസിക്കുന്നു വ്യക്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതി തരാൻ പറ്റും. അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സർവേ ആണ്. നിങ്ങൾ ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും. സാറേ, 50 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണവരാ. ഈ മണ്ണിന്റെ മുകളിൽ അവകാശം പറഞ്ഞ് തിണ്ണനിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഇന്നിതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞങ്ങളുടെ നെഞ്ചത്ത് കൂടെ ചവിട്ടിയിട്ടാ നിങ്ങൾക്ക് ഇവിടെ റോഡ് പണിയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. എന്താണോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ലേ? സർവേ നടന്നാൽ തനക്ക് വിവരം അറിയും. അങ്ങനെ വരട്ടി ഓടിക്കാൻ നോക്കട്ടെ സാറേ, നടക്കില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ടത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഫോണും തന്നെ. വാടോ, നിങ്ങൾ ഈ സർവേ തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്ക് കോർട്ട് ഓർഡറുമായിട്ട് വരേണ്ടി വരും. ഈ ട്രംബുട്ടായില്ലാതെ പാപ്പൻ എവിടെയും പോവില്ല. അണ്ണാ, നമുക്ക് സമയം കളയാതെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ടൊരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കാം. സ്റ്റേഷനിൽ പോയി ഉറപ്പായിട്ടും അവന്മാര് നമ്മളെ ആട്ടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ സർവേ മുടങ്ങി കളിപ്പിലാണ് പറഞ്ഞാൽ എങ്ങനെയാ? നമുക്ക് മെമ്പറേയും കൂട്ടി സ്റ്റേഷനിൽ പോവാം. അല്ലാതെ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ചുമ്മാ ഒരു കാര്യമില്ലാതെ മെമ്പറേ വെറുതെ